PT എക്സാം ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ PTയുടെ വെബ്സൈറ്റിൽ പോവുക. PT എക്സാം എന്ന് ടൈപ്പ് ചെയ്യുക. PT എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി ഗൂഗിളിൽ. അപ്പം തന്നെ ഡയറക്റ്റ് നമ്മൾ പിയേഴ്സൺ PT ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമ്മൾ പോകും. ഇതാണ് അതിൻ്റെ ലോഗോ, പിയേഴ്സൺ PT. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. ഇതാണ് പിയേഴ്സൻ്റെ PT എക്സാം ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് ചെക്ക് ടെസ്റ്റ് അവൈലബിലിറ്റി എന്ന ഓപ്ഷനിൽ നമ്മൾ പോവുക. ചെക്ക് ടെസ്റ്റ് അവൈലബിലിറ്റി. ഇവിടെ ഞാൻ എക്സാം എഴുതുന്നത് PT അക്കാഡമിക് ആണ്. PT കോർ എഴുതുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ PT അക്കാഡമിക് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഫൈൻഡ് ആൻ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമ്മുടെ സെർച്ച് ബൈ ലൊക്കേഷൻ, നമ്മൾ എവിടെയാണോ എക്സാം എഴുതാൻ തീരുമാനിച്ചിരിക്കുന്ന ആ ലൊക്കേഷൻ്റെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ നമ്മൾ കൺട്രി ബേസിൽ നമുക്ക് എൻ്റർ ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ ഉള്ളത് കുവൈറ്റിലാണ്. അപ്പം കുവൈറ്റാണ് ഞാനിവിടെ എൻ്റർ ചെയ്ത് നോക്കുന്നത്. അപ്പം നമ്മൾ കുവൈറ്റിലുള്ള എക്സാം സെൻറ്ററുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇത്രയും ലൊക്കേഷൻ കുവൈറ്റിലുണ്ട്. ന്യൂസിലൻഡിലാണെങ്കിൽ ഓക്ലൻഡ്, പിന്നെ വില്ലിംഗ്ടണിലുണ്ട്. ഇത്രയും ലൊക്കേഷൻ ന്യൂസിലൻഡിലുണ്ട്. എന്തായാലും ഞാനിവിടെ കുവൈറ്റാണ് എക്സാം ഇവിടെ ബുക്ക് ചെയ്യുന്നത്. അപ്പം കുവൈറ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. കുവൈറ്റിലെ സാൽമിയാണ് ഞാൻ ലൊക്കേഷൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഡേറ്റ് സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇനാക്റ്റീവായിട്ടാണ് ഓരോ ടാബിൾ കണ്ടത്. അതിൻ്റെ അർത്ഥം നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. മാർച്ച് മാസം മൊത്തം ഫുള്ളാണ്. അടുത്ത മാസം നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ കുവൈറ്റിലെ എല്ലാം സൺഡേയിലും മൺഡേയിലും മാത്രമുള്ള എക്സാം ഞാൻ 15th ചൂസ് ചെയ്യുന്നു. നമ്മുടെ ടൈം സെലക്ട് ചെയ്യുക. 2 ടൈം സ്ലോട്ടുകളുണ്ട്. ഒന്ന് 2:15 ഒന്ന് രാവിലെ 10:30. ഞാൻ 2:15 സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ബുക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ PT എക്സാമിൻ്റെ റിവ്യൂ ചെയ്യുക. ഞാനിപ്പോൾ എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഞാൻ എവിടെയാണ് ലൊക്കേഷൻ എടുത്തിരിക്കുന്നത്, അപ്പോയിൻമെൻറ്റ് ഡേറ്റ്, അതിൻ്റെ ലൊക്കേഷന്, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ച് വരുത്താം. ചേഞ്ച് ടെസ്റ്റ് സെൻറ്റർ, അതുപോലെ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൽ നമ്മൾക്ക് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. അതുപോലെ 135 minutes ആണ് എക്സാമിൻ്റെ ടൈം. ഇനി അടുത്തതായിട്ട് ഇത്രയും നമ്മൾ ചെയ്ത ശേഷം നെക്സ്റ്റ് നമ്മൾ സൈൻ ഇൻ ഓർ ക്രിയേറ്റ് എ ഫുൾ പ്രൊഫൈൽ. നമ്മളൊരു അക്കൗണ്ട് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ല. നമ്മൾ എക്സാമിൻ്റെ ടൈമും ഡേറ്റും ലൊക്കേഷനും ഒക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് സൈൻ ഇൻ ഓർ ക്രിയേറ്റ് എ ഫുൾ പ്രൊഫൈൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പം തന്നെ നമുക്കിവിടെ ഓപ്ഷൻ വരും. ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ക്രിയേറ്റ് എ PT അക്കൗണ്ട് എന്ന് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റ് എ PT അക്കൗണ്ട്. നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ക്രിയേറ്റ് മൈ PT അക്കൗണ്ട് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഇതെല്ലാം വായിച്ച് നോക്കുക. പ്ലീസ് എൻഷുർ പേഴ്സണൽ ഡീറ്റെയിൽ എക്സാക്ട്ലി മാച്ച്. എല്ലാ ID പ്രൂഫ് ബേസിൽ എല്ലാം കറക്റ്റ് ആയിരിക്കണം. എന്തായാലും നമുക്കിവിടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, യൂസർ നെയിം, അതുപോലെ പാസ്വേഡ്, സിറ്റി ഓഫ് ബർത്ത്, പിന്നെ സിറ്റിസൺ എവിടെയാണെന്നുള്ളത്, ഇത്രയും ഇൻഫോർമേഷന് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം.
ഇവിടെ ഇപ്പം ഞാൻ എല്ലാ ഇൻഫോർമേഷനുകളും ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, യൂസർ നെയിം ഞാൻ ആ ഇമെയിൽ അഡ്രസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ പാസ്വേഡ്, പിന്നെ സിറ്റി ഓഫ് ബർത്ത്, പിന്നെ ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ എന്ന് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്യുക. കൺട്രി ഓഫ് റെസിഡൻസ് ഇന്ത്യ. പിന്നെ ഞാൻ അഡ്രസ്സ്, അപ്പോൾ ഇവിടുത്തെ ഞാൻ കൺട്രി ഓഫ് റെസിഡൻസ്, അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതെല്ലാം ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് കണ്ടിന്യൂ ബുക്കിംഗ്. അതിന് മുമ്പ് പ്ലീസ് ചെക്ക് ദ ബോക്സ് ഇഫ് യു വുഡ് ലൈക്ക് ടു റിസീവ് യുവർ അപ്പോയിൻറ്റ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ SMS ആസ് വെൽ ആസ് ഇമെയിൽ. അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ യെസ്, ആർ യു റെഡി ടു ബുക്ക് ടുഡേ സ്പെഷ്യൽ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ്സ്, സർവീസും കാര്യങ്ങളും ഒക്കെ വേണ്ടിയാണ്, നിർബന്ധമില്ല. പിന്നെ നമുക്ക് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് കണ്ടിന്യൂ ബുക്കിംഗ്. വി ഹാവ് സെൻഡ് എ വെരിഫിക്കേഷൻ ഇമെയിൽ ടു യുവർ ജിമെയിൽ അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലോട്ട് അവരൊരു വെരിഫിക്കേഷൻ കോഡ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ജിമെയിലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റെഡിയായിട്ട് കാണിക്കുന്നുണ്ട് അക്കൗണ്ട് ക്രിയേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ വെരിഫൈ യുവർ ഇമെയിൽ, ജിമെയിലിൽ പോയിട്ട് വെരിഫൈ യുവർ ഇമെയിൽ എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പോകുന്നത് ബുക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പേജിലേക്കാണ് വരുന്നത്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ആൻസർ ചെയ്യുക. വാട്ട് ലാംഗ്വേജ് ഡു യു സ്പീക്ക് മോസ്റ്റ്ലി അറ്റ് ഹോം? ഞാനിവിടെ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ യുവർ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്, യു മസ്റ്റ് ബ്രിങ് എ വാലിഡ് ID ഓൺ ടെസ്റ്റ് ഡേ. അപ്പം നിങ്ങൾ ഒറിജിനൽ പാസ്പോർട്ട് എക്സാമിൻ്റെ ദിവസം കൊണ്ടുപോകണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ പെർമിഷൻ കൊടുക്കുകയാണ്, കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഐ ഹാവ് റീഡ് ദ ID പോളിസി, അണ്ടർസ്റ്റാൻഡ് ഐ ക്യാൻ ഓൺലി ടേക്ക് ദ ടെസ്റ്റ് ഇഫ് ബ്രിങ് എ വാലിഡ് ID ഓൺ ദ ഡേ. പിന്നെ അടുത്ത ചോദ്യം, ഇഫ് യു ഹാവ് ആസ്ക്ഡ് പ്രൊവൈഡ് എ കോഡ് ഓർ റെഫറൻസ് നമ്പർ എൻ്റർ ഇറ്റ്. നമുക്ക് റെഫറൻസ് നമ്പർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, വിസയുടെ റെഫറൻസ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. പിന്നെ ഷെയറിങ് ഓഫ് ഡാറ്റ, അത് നമ്മളിവിടെ പെർമിഷൻ കൊടുക്കുകയാണ്. പിയേഴ്സൺ നമുക്ക് ഇമിഗ്രേഷൻകാർക്ക് നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം ഷെയർ ചെയ്യുമെന്നുള്ളത്. ആ എഗ്രി കൊടുക്കുന്നു. പിന്നെ ഇത് വായിച്ച് നോക്കുക. ഇത് നമ്മൾ എഗ്രി ചെയ്യണം. പിന്നെ ഇത് സപ്പോർട്ട് മൈ വിസ ആപ്ലിക്കേഷൻ, ഐ കൺസെൻറ്റ് ടു പിയേഴ്സൺ സെൻഡിങ് മൈ സ്കോർ ടു ഹോം അഫയേഴ്സിനും അതുപോലെ ന്യൂസിലൻഡിലേക്കും ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ പെർമിഷൻ കൊടുക്കാം. നിർബന്ധമില്ല, എന്തായാലും അവർ ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞത്, നമ്മൾ എന്താണെന്ന് വെച്ചാൽ എഴുതാം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, വിച്ച് കൺട്രി യു ആർ പ്ലാനിങ് ടു സ്റ്റഡി ഓർ സെറ്റിൽഡ്. നമ്മളെവിടെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോൾ ഇവിടെ ന്യൂസിലൻഡാണ്. വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോൾ ഇവിടെ ഞാൻ വർക്കിംഗ് ഫുൾ ടൈം. വൈ ആർ യു ടേക്കിംഗ് PT അക്കാഡമിക്. അപ്പോൾ ഞാനിവിടെ റെസിഡൻസിക്ക് വേണ്ടിയാണ്.
വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ സെക്ടർ. ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസും സെലക്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ് യുവർ കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ളത് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇവിടെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്കാണെന്നുള്ളത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിനെ പറ്റി അഡ്മിഷൻ പോളിസിയൊക്കെയാണ്, വായിച്ച് നോക്കുക. അതെല്ലാം എഗ്രി ചെയ്യുക. ഇനിയും നമ്മൾ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഡിസ്ക്രിപ്ഷനൊക്കെ, എക്സാമിൻ്റെ കാര്യങ്ങൾ, പിന്നെ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കറക്റ്റാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ലൊക്കേഷൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ പ്രൈസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. $290 ആണ് ഇവിടെ പ്രൈസ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഫൈനലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഫൈനലായിട്ട് വെരിഫൈ ചെയ്യുക. എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ പേയ്മെൻറ്റിലേക്ക് പ്രൊസീഡ് ടു ചെക്കൗട്ട് പോകാവൂ. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് $290 പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം. മാസ്റ്റർ കാർഡുണ്ട്, വിസ ഉണ്ട്. അപ്പം അതുപോലെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് പേ ചെയ്യാം. നമ്മുടെ ഏതാണെന്ന് വെച്ചാൽ കാർഡ് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ബില്ലിംഗ് ഇൻഫോർമേഷൻസ് എല്ലാം സെലക്ട് ചെയ്യുക. ഫൈനലി നിങ്ങൾക്ക് ഇനിയും സാധാരണ പോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. എക്സാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ മെയിൽ നമ്മുടെ ഇമെയിലിലേക്ക് അയച്ചു തരും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ സെൻറ്ററിൽ വരുന്നത് കറക്റ്റ് സമയത്ത് തന്നെ എത്തണം. അരമണിക്കൂർ മുമ്പ് തന്നെ എത്തണം. PTയുടെ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് തന്നെ വേണം നമുക്ക് കൊണ്ടുവരാൻ. ഇത്രയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ TTയുടെ എക്സാം ബുക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമുക്ക് ഇതെല്ലാം വായിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ അഡ്രസ്സ് പ്രൂഫൊക്കെ കൊടുക്കുന്ന സമയത്ത് അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിലുള്ള സെയിം അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം ഈ അക്കൗണ്ടിൽ. ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ ആക്ടിവിറ്റി എന്ന് പറയുന്ന ടാബുണ്ട്. അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ബുക്ക് ചെയ്തില്ലാത്തത് കൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. എക്സാം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റും ടൈമും ഒക്കെ കാണിക്കും. നമ്മൾ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ടെസ്റ്റ് അവിടെ റിസൾട്ട് അവിടെ കാണിക്കും. പിന്നെ നമുക്ക് ഈ എക്സാം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കോർ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ എനേബിൾ ആയി വരും. അപ്പോൾ നമുക്കിവിടെ തന്നെ എല്ലാം നമുക്ക് വായിച്ച് നോക്കി ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ടാബ് പ്രിപ്പയർ എന്ന് പറയുന്നത് നമുക്കിവിടെ പ്രിപ്പറേഷൻ പാക്കേജസൊക്കെ മേടിക്കാൻ സാധിക്കും. പിന്നെ കോൺടാക്റ്റ് ഹെൽപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇത്രയൊക്കെ തന്നെയുള്ളൂ. PT വളരെ എളുപ്പത്തിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.